ഗോവയിൽ നടക്കുന്ന സൗത്ത് സോൺ നാഷണൽ സോഫ്റ്റ്ബോൾ ടൂർണമെന്റിൽ സെലക്ഷൻ ലഭിച്ച കേരള ടീം അംഗം അഞ്ജന ജീവൻ പ്രസാദിനെ ആദരിച്ചു. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. അഞ്ജനയുടെ വസതിയിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ ഉപഹാരം സമ്മാനിച്ചു. ഗോവയിൽ വെച്ച് നടക്കുന്ന 22ാമത് സീനിയർ നാഷണൽ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സൗത്ത് സോൺ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം പങ്കെടുക്കുന്ന കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജന ജീവൻ പ്രസാദിന് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആദരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഇന്ന് ഈ ഉപഹാരം സമർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഈ കേരള ടീമിലേക്ക് സെലക്ഷൻ ആകെ ലഭിച്ചത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ അഞ്ജന പ്രസാദിനാണ്. തീർച്ചയായും കേരള ടീം ഗോവയിൽ നമ്മളുടെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ അഞ്ജനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ M. സുജിത് കുമാർ അധ്യക്ഷനായി. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ നാടിന് അഭിമാന താരമായി മാറിയ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏക സോഫ്റ്റ് ബോൾ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നമ്മുടെ 19ാം വാർഡിലെ അഞ്ജന ജീവൻ പ്രസാദിന് ഇന്നിവിടെ രാജീവ് ഗാന്ധി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ആദരവ് ഇവിടെ വെച്ച് നൽകുകയാണ്. നമുക്കേറെ അഭിമാനമുണ്ട്. നമ്മുടെ ചേർപ്പിൽ നിന്നും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും അഞ്ജന പ്രസാദ് കേരളത്തിൻ്റെ ഭാഗമായി കേരള ടീമിലേക്ക് കടന്നു വന്ന് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ വലിയ വിജയം നേടാൻ വേണ്ടി പോവുകയാണ്. ഈ അഞ്ജന പ്രസാദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, സഹകരണ ബാങ്ക് ഡയറക്ടർ PJ എഡിസൺ, പ്രവീൺ ആഞ്ചേരി, സലീം അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു.